അടുത്തത് നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അത് മറ്റാരുമല്ല, വിസിബിൾ റേസ് ആണ്. നാലാമത്തേത് വിസിബിൾ റേസ്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി, വേവ് ലെങ്ത് റേഞ്ച്, ഫ്രീക്വൻസി റേഞ്ച്, കുറച്ച് യൂസസ്. ആദ്യത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് സ്പെക്ട്രം വിച്ച് ഈസ് വിസിബിൾ ബൈ ഹ്യൂമൺ ഐ. നമ്മൾ 7 ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളെ കുറിച്ച് പറഞ്ഞു. അതിൽ നമ്മുടെ ഹ്യൂമൺ ഐക്ക്, നേക്കഡ് ഹ്യൂമൺ ഐക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് വിസിബിൾ റേ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് സ്പെക്ട്രം വിച്ച് ഈസ് വിസിബിൾ ബൈ ഹ്യൂമൺ ഐ. അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച്, അതിൻ്റെ വേവ് ലെങ്ത് റേഞ്ച്. ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 4 × 10⁻14 ഹെർട്സ് മുതൽ 7 × 10⁻14 ഹെർട്സ് വരെയാണ്. അതിൻ്റെ വേവ് ലെങ്ത് റേഞ്ച് ഇതൊരു പക്ഷേ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. വിസിബിൾ റേസിൻ്റെ അല്ലെങ്കിൽ വിസിബിൾ സൺലൈറ്റിൻ്റെ വേവ് ലെങ്ത് റേഞ്ച് എന്താണെന്നുള്ളത്. അത് 700 നാനോമീറ്റർ മുതൽ 400 നാനോമീറ്റർ വരെയാണ്. ഇനി വിസിബിൾ റേസിൻ്റെ കുറച്ച് യൂസസ് ആണ്. 2 യൂസുകളാണ് നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുള്ളൂ. പക്ഷേ അത് നമുക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 യൂസസ് ആണ്. ഓരോന്നായി നോക്കാം. ആദ്യത്തേത്, വിസിബിൾ ലൈറ്റ് എമിറ്റഡ് ഓർ റിഫ്ലക്റ്റഡ് ഫ്രം ഒബ്ജക്ട്സ് അറൗണ്ട് അസ് പ്രൊവൈഡ്സ് ആസ് ഇൻഫർമേഷൻ അബൌട്ട് ദ വേൾഡ്. ചുരുക്കി പറയുകയാണെങ്കിൽ വിസിബിൾ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ളതൊക്കെ കാണാനായി സാധിക്കുകയുള്ളൂ. നമുക്ക് ചുറ്റുമുള്ള ആ ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കണമെങ്കിൽ അവരെ കാണണമെങ്കിൽ നമുക്ക് ആര് വേണം? വിസിബിൾ റേസ് വേണം. ആ ഒബ്ജക്റ്റ്, സ്വന്തമായ ഒരു ഒബ്ജക്റ്റ് എമിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് വന്ന് വീണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതോ, ഏതെങ്കിലും തരത്തിൽ ആ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തിയാൽ മതി. ഒന്നില്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് സ്വന്തമായിട്ട് റേസ് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് ആ ഒബ്ജക്റ്റിൽ നിന്ന് തട്ടി തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് എത്താം. അതുകൊണ്ടാണ് ആ ഒരു പോയിന്റ് അങ്ങനെ, വിസിബിൾ ലൈറ്റ് എമിറ്റഡ് or reflected from objects around us provides us information about the world. ഇനി അടുത്ത പോയിന്റ്, ഇറ്റ് ക്യാൻ കോസ് കെമിക്കൽ റിയാക്ഷൻസ്. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും, എന്ത് കെമിക്കൽ റിയാക്ഷനാണ് വിസിബിൾ റേസ് കൊണ്ട് നടക്കുന്നത്? മറ്റൊന്നുമല്ല, നമ്മുടെ ഫോട്ടോസിന്തസിസ് ആണ്. ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സൺലൈറ്റ്, വിസിബിൾ ലൈറ്റ് കൂടിയേ വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വിസിബിൾ ലൈറ്റ് ഇല്ല, അതായത് ഫോട്ടോസിന്തസിസ് ഒന്നും നടക്കുന്നില്ലെങ്കിൽ ഒരു തരത്തിലുള്ള ജീവിവർഗങ്ങളും നമ്മുടെ ഭൂമിയിൽ അവശേഷിക്കുകയില്ല. കാരണം സസ്യങ്ങളാണ് ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. സസ്യങ്ങളില്ലെങ്കിൽ, ഫോട്ടോസിന്തസിസ് ഇല്ലെങ്കിൽ സസ്യങ്ങളില്ല. സസ്യങ്ങളില്ലെങ്കിൽ നമുക്ക് ഒരാൾക്കും നമ്മുടെ എർത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് നമ്മൾ വിസിബിൾ റേസിൻ്റെ യൂസസിൽ എഴുതിയിരിക്കുന്നത്. ഒന്ന്, വിസിബിൾ ലൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളതൊന്നും കാണാനായിട്ട് സാധിക്കുകയില്ല, ഒരാളെക്കുറിച്ചും ഒരു ഇൻഫർമേഷനും നമുക്ക് ലഭിക്കുകയില്ല. രണ്ടാമത്തേത്, വിസിബിൾ ലൈറ്റ് ഉണ്ടെങ്കിലാണ് ചില കെമിക്കൽ റിയാക്ഷൻസ് നടക്കുള്ളൂ. അതായത് ഫോട്ടോസിന്തസിസ് പോലെയുള്ള ചില കെമിക്കൽ റിയാക്ഷൻസ് നടക്കുള്ളൂ. വിസിബിൾ ലൈറ്റ് ഇല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് ഇല്ല. ഫോട്ടോസിന്തസിസ് ഇല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്ലാന്റുകളും സസ്യങ്ങളും നമ്മുടെ എർത്തിൽ നിലനിൽക്കുകയില്ല. അങ്ങനെയെങ്കിൽ പ്ലാന്റ്സ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഒരു ജീവിവർഗങ്ങളും എക്സിസ്റ്റ് ചെയ്യില്ല. ഇത്രയുമാണ് നമുക്ക് യൂസസ്, വിസിബിൾ റേസിൻ്റെ കുറച്ച് യൂസസ്.